അബ്ദുവിന്റെ ഒരു ചങ്ങാതി, അതായത് റൂമിൽ താമസിക്കുന്ന തൈക്കിളവന് വരെ മറ്റേ മേളിലെ കടലിൽ കുലുക്കി തറയിലിട്ടാളി. സോ ക്യൂട്ട്. അങ്ങനെ നമുക്ക് കാണണ്ടേ, മീറ്റ് ചെയ്യണ്ടേ. ഇപ്പൊ കേട്ടില്ലേ, അത് പാകിസ്ഥാനിലുള്ള സ്റ്റോറി. അക്കുമോൻ ഒരാൾ മെസ്സേജ് അയച്ചു. അങ്ങനെ വീണ്ടും ഞങ്ങൾ പുറത്തിറങ്ങിയിരിക്കുന്നു. മഴയാന്നോടോ? ബാരിഷ് ഉണ്ട് കേട്ടോ, ബാരിഷ്. ഇത് അബ്ദു, ഇത് നമ്മുടെ അബ്ദു, ഇത് നമ്മുടെ അക്കു. പിള്ളേരുടെ കൂടെ ആണ് കേട്ടോ. ഓക്കെ, മഴ ചാറിയിട്ടുണ്ട് കേട്ടോ. ക്രൂസർ ഡെസേർട്ട് ഡ്രൈവിന് പോകാൻ പറ്റിയ വണ്ടി. ഉണ്ട് നമ്മുടെ ദോസ്താണ് കേട്ടോ. ഇത് നമ്മുടെ ചേട്ടനാണ് പൊറോട്ട അടിക്കുന്നത്. ഇന്നലെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നില്ലേ? നമ്മുടെ ദോസ്താണ്. ഓക്കെ, എന്തോടാ വേണ്ട? എന്തോ ഉള്ളേ? ആ, ദോശ. നിനക്കോ? പൊറോട്ട, ഇഡ്ഡലി, ചപ്പാത്തി ഉണ്ടോ? അല്ല, ചപ്പാത്തി ഉണ്ടോ? ചപ്പാത്തി അല്ല, പുട്ടുണ്ടോ? ദോശ, 3 ദോശ. മറ്റേ ബീഫാന്ന് എന്തോ ഉണ്ട്, ചിക്കൻ ആണോ, കോംബോ? കടലക്കറി ഇല്ലേ? സെറ്റ് ദോശ ഇല്ലേ? ഒരു സെറ്റ് ദോശയും പിന്നെ കടല കോംബോ ആയിട്ട് വരും. ആ, അപ്പം 2 കടല പോരും. ഇപ്പം 2 കടല. ഓക്കെ. ആ, ബ്ലാക്ക് ചന, ബ്ലാക്ക് ചന. ഒരേ ദോശ. കലിപ്പ് ക്രാക്കിയ. അങ്ങനെ ദോശയും കടലക്കറിയാണ് കേട്ടോ. ഇന്ത്യയിൽ ഇതിന് ബ്ലാക്ക് ചന എന്നാണ് കേട്ടോ പറയുന്നത്. ബ്ലാക്ക് ചന കടലക്കറി കഴിക്കണ്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. എന്തോ പറയാൻ വന്നത്? ഫുഡ് കഴിച്ചത് 13 ദിർഹംസാണ് കേട്ടോ. നമ്മുടെ അടുത്ത യാത്ര ഇങ്ങോട്ടാണ്. ഓ, മൂക്കി മെറ്റിൽ കയറിയാണ്. 15 മിനിറ്റ് ആണ് കേട്ടോ. അബ്ദുവിനെ നമ്മളവിടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതാ കമോൺ. അപ്പ് ഗ്ലാമർ ആയിട്ടുണ്ട്. അബ്ദു ആൾസോ ഗ്ലാമർ. ഗ്രൗണ്ടിലേക്കാതെ മൂന്നിൽ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഡിപ്പുവിനെ കാണാൻ പോകാൻ പറ്റത്തില്ല. നിൽക്കടാ, ഗ്രൗണ്ടിൽ നിൽക്കടാ, മേലടാ. അവിടെ പാസ്വേഡ് മാറ്റിയോ? ആരാടാ മോനെ? ഫോണിന്റെയോ? ഇപ്പോഴത്തെ ഷാർജയിലെ ഗ്യാങ് ആണ് കേട്ടോ. രാവിലെ 9. ഇനി ഞങ്ങൾ നേരെ അൽനാദിയിലേക്കാണ് യാത്ര. ഡിപ്പോനെ കാണാൻ വേണ്ടി പോവാണ്. ഇപ്പൊ ഡിപ്പുവിനെ കാണാം. ഓക്കെ, യാത്ര തുടങ്ങാം, പോകാം. ചുമ്മാ രസം, എല്ലാ ദിവസവും ഒരു വെറൈറ്റി ഒക്കെ ഉണ്ട്. എല്ലാടാക്കൂ ഞാനല്ല അണ്ണാ, നമ്മുടെ അണ്ണനാണ് കേട്ടോ. എന്നെ കണ്ടതിനെ അറിയാം, ഞാൻ ലൈറ്റ് ചായ കുടിക്കാറുള്ളൂ. പിന്നെ കറക്റ്റ് ലൈറ്റ് ചായ. ഇത് അബുബായി ആണ് കേട്ടോ, റൂംമേറ്റാണ്. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ യാരിസിലേക്ക് കയറി. ഞാൻ വ്ളോഗ് ചെയ്യും.
കേറടാ ഓട്ടോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ അന്യ കലിപ്പാ എന്തുകൊണ്ട് അങ്ങനെ എളുപ്പമാണോ? ഞാൻ ഒരു സാധനം അയച്ചു കൊടുക്കട്ടെ ഒരാൾക്ക്. എന്തുടാ മോനെ മോനെ പ്രശ്നമാണോടാ? CV. CV നീ മറ്റേ CV എടുക്കാൻ എന്തായിരുന്നു? CV പോണതല്ലേ അത്? അയ്യോ എടാ ശ്യാമോനെ അയച്ചു കൊടുക്കടാ. ആണോ? ആ ശ്യാമ എടുത്തോണ്ട് വരും. ഡിപ്പട്ടപ്പം ഡിപ്പാണ്ടപ്പം ഡിപ്പട്ടപ്പം ഡിപ്പാണ്ടിപ്പം. നമ്മളെല്ലാം നല്ല പൈസ ഉണ്ടെങ്കിൽ ഇറങ്ങാൻ പോകുന്നില്ലേ? അയ്യോ നമ്മൾക്ക് ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ അത് ഇല്ലാത്തത് നമ്മുടെ അതാണ്. 20 കോടി നിലവുകൾ കോടി പെൺമയ്യാനത്. ഇത് പറയണ നിന്റെ എക്സ്പീരിയൻസ് പറയണ. നിന്റെ ഗൾഫ് ജീവിതം ഇപ്പൊ നിന്റെ മനസ്സിൽ ആഗ്രഹിക്കുന്ന സംഭവങ്ങൾ വിവരിക്ക്. ഈ നാട്ടിൽ തന്നെ നിൽക്കണമെന്നാണ് ആഗ്രഹം. ഇവിടെ പറ്റത്തില്ല. അബ്ദുവിന് നാട്ടിൽ നിൽക്കണമെന്ന് ആഗ്രഹം. അബ്ദുവിന് ഇച്ചിരി വിഷമമുള്ള ആളാണ് കേട്ടോ, വന്നതേ ഉള്ളതുകൊണ്ട് ആളാണ്. അവനെ അബ്ദുവിന്റെ ഒരു ചെങ്ങാതി, അതായത് റൂമിൽ താമസിക്കുന്ന തൈക്കിളവന് ഇവനെ മറ്റേ മേളിലെ കടലിൽ കുലുക്കി തറയിലിട്ടാളി. എനിക്ക് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഹരാസ്മെന്റ് ആയിരുന്നു ഫുള്ള്. 14 ദിവസം റിമാൻഡിൽ കിടന്ന ഫീലിംഗ് ആയിരുന്നു. ഞക്കും അവിടെ അല്ലടോ നിന്ന്, അപ്പുറത്ത് നിന്ന്. ഞാന് വരുന്നതിന് മുമ്പ് നിന്നോണ്ട് അഡ്ജസ്റ്റ് ആയി. തനി മുച്ചിട്ട് കളവാനല്ലോ. ഭയങ്കര മുഷിട്ടാണ്. ഞാൻ ആർക്കും വേണ്ടത്തൊന്നുമില്ല ഇവിടെ ആ റൂമില്. ഞാൻ പോവാ, എന്റെ പണി നോക്കും പോവാ. അതെല്ലയോ ഡിപ്പുവിനെ ഉപദ്രവിച്ചെന്ന് തോന്നുന്നു ഒരുപാട്. ഡിപ്പുവും പറയുന്നത് കേട്ടോ, അണ്ണേ ഒരു മുച്ചിട്ട് കിളവനാണ് അന്യ കലിപ്പോടാവും. ബാത്റൂമിൽ 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ കലിപ്പുണ്ടാകും. എന്തുവാടാ ഇവിടെ എത്രയും നേരം? നിനക്ക് ഞാനൊക്കെ പണി കഴിഞ്ഞിട്ട് വന്ന് കുളിക്കാന്ന് വെച്ച് നീ സമ്മതിക്കത്തില്ല. ഇത് എവിടെ ഉള്ള ഇറാക്കിയ ബക്കൂട്ടിയവനല്ലയോ? അങ്ങനെ നമ്മൾ അൽനാദയിൽ എത്തിയിരിക്കുന്നു. ഇവിടെ ഡിപ്പു താമസിക്കുന്ന കേട്ടോ. ഡിപ്പുയെ കാണിച്ചില്ല. ഡിപ്പു താമസിക്കുന്ന അവരുടെ വീട്ടുകാർക്ക് കാണാൻ പറ്റുമല്ലോ ഡിപ്പു എവിടെ താമസിക്കുന്നുള്ളത്. അൽനാദ എന്ന സ്ഥലത്ത്. ഓ എടാ വകുപ്പാണ് നിന്റെ ഫുള്ള് വെട്ടി വിടുങ്ങി. ഡിപ്പു വരുന്ന കേട്ടോ. ഡിപ്പു താമസിക്കുന്ന ബിൽഡിംഗ് ആണ്. ഡിപ്പുവിന്റെ കമ്പനി ഇവിടെ. ഡിപ്പു ഇപ്പൊ വരുന്നതായിരിക്കും. ഓക്കെ മേടിച്ചേ പറഞ്ഞു, നാട്ടിലെ ഓൺലൈൻ സൈറ്റിൽ നിന്നാണ് മേടിച്ചതെന്ന് പറഞ്ഞു. എനിക്കൂടെ ഒന്ന് ഓർഡർ ചെയ്ത് തരുമോ? ഞാൻ പറഞ്ഞു അത് നാട്ടിലെ ഇന്ത്യൻ ആപ്പ് അതുകൊണ്ട് വർക്കാകത്തില്ല. അങ്ങനെ അമൗണ്ട് നമ്പർ ഇങ്ങോട്ട് വരുമോ? അല്ല എനിക്ക് മനസ്സിലായില്ല. ഞാൻ നമ്പർ കൊടുത്തു. അതായത് പിന്നെ അതിനുശേഷം ഭയങ്കര മെസ്സേജ്, യു ആർ സച്ച് എ ക്യൂട്ട് ബോയ്, സോ ക്യൂട്ട്. അങ്ങനെ നമുക്ക് കാണണ്ടേ, മീറ്റ് ചെയ്യണ്ടേ. ഇപ്പൊ കേട്ടില്ലേ, അത് പാകിസ്ഥാനിലുള്ള സ്റ്റോറി. അക്കുമോൻ ഒരാൾ മെസ്സേജ് അയച്ചു. കലിപ്പ് കേട്ടോ. അല്ല ചില ആളുകളൊക്കെയാണ് കേട്ടോ അങ്ങനെ അനുഭവങ്ങളൊക്കെ ഒരുപാട്. ലിമാക്ക് അടാവ് എനിക്കാ മെസ്സേജ് അയക്കുന്ന ആദ്യം. എനിക്ക് അയച്ചേ ആരാ നമ്പർ കൊടുക്കുന്ന അറിയോ? ഞാന് ചിക്കുവിന്റെ നിന്റെ നമ്പർ തരാൻ പറഞ്ഞു. നമ്മൾ ഒരുമിച്ച് ടൂർ കൊണ്ടുവരണം. ഞാൻ പറഞ്ഞു താൻ ആരുടെ എൻ്റെ അടുത്ത് ചോദിച്ചേ എനിക്ക് പൈസയുടെ ആവശ്യം ഉണ്ടെങ്കിൽ പറയണേ. എൻ്റെ ചോദിച്ചു ഇപ്പം ഇരിക്കുന്ന ഫോൺ ഏതാണ്? നമ്മളെ സാംസങ് ഐഫോൺ വേണോ? ഇത് ഫോട്ടോ ഓരോ ഫോൺ എടുത്ത് ഫോൺ കൂടെ മോൻ ഇഷ്ടമുള്ള ഫോൺ പറഞ്ഞാൽ അയച്ചു തരാം. പോടാ. ഞാൻ പറഞ്ഞു എനിക്ക് 15 Pro ആയത് എൻ്റെ അഡ്രസ് അയച്ചു തരാൻ പറഞ്ഞു. നമുക്ക് കുട്ടികൾക്ക് ബ്ലോക്ക് ചെയ്താൽ പോലെ. സ്റ്റോറീസ് ഉണ്ട് കേട്ടോ. അക്കൗണ്ട് നമ്പർ കൊടുത്തു. ആണോ? പൈസ ഇട്ട് എന്തോ പരിപാടി? എനിക്കറിയില്ല, ചുമ്മാ അയാള് ഇതൊക്കെ കേട്ടാ നമ്മള് അലിയുന്ന രീതിയില്. പിന്നെ ഫുള്ള് പ്രശ്നം കേട്ടോ. ഷാർജയിൽ ഫുള്ള് പ്രശ്നം. എന്ത് കുട്ടുടെക് എന്ത് ഡിപ്പുടെക് ഇവിടുത്തെ ടാക്സിയാണ് കേട്ടോ. ഷാർജയിലെ ടാക്സിയാണ് ഇതെല്ലാം. ടാക്സി ഇന്നോവയാണ് കേട്ടോ ഇവിടെ ടാക്സിയൊക്കെ ആയിട്ട് ഓടുന്നത്. നാട്ടിൽ കല്യാണ വീട്ടിൽ എല്ലാ ടേബിളിലും ക്യാരം ബോർഡ് ഇരിക്കുന്നു. എല്ലാ നമ്മുടെ നാട്ടിൽ സ്ത്രീധനം കൊടുക്കുന്ന വണ്ടിയാണ് കേട്ടോ. പെട്ടെന്നാണ് വലിയ ക്യാരം ബോർഡിന് വീട്ടിലുള്ള ക്യാരം ബോർഡ് ഇതേതോ ഒരു കടയാണ് കേട്ടോ. വർണ്ണ പകറ്റുകളുള്ള കടയാണ്. ഇതാണ് ഡിപ്പു കേട്ടോ. ഡിപ്പു രാവിലെ ഡിപ്പു എന്തോ ബിസിയാണ് കേട്ടോ സംഭവം. ഓക്കെ അങ്ങനെ അവനെ നമ്മളാക്കി. പിന്നെ നമ്മൾ നേരെ ഇവിടുന്ന് റൂമിൽ പോവാണ്. ഡിപ്പുവിനെ കണ്ടു.
ഇനി പള്ളിയിൽ പോകണം, നമസ്കരിക്കണം, അങ്ങനെ ഒരുപാട് പരിപാടീസ് ഉണ്ട്. ഓക്കെ, കുളിക്കണം, അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ ഓക്കെ ഐ ഡോണ്ട് നോ. അങ്ങനെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും റൂമിലെത്തി. ഇനി പള്ളിയിൽ പോകണം കേട്ടോ, അതാണ് പരിപാടി. വെള്ളിയാഴ്ചയല്ല. ഇപ്പോൾ ഈ വീഡിയോ നാളെ ഇടാം. രാത്രി എഡിറ്റ് ചെയ്തിട്ട് രാവിലെ 10 മണിക്ക് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ പള്ളിയിൽ പോയി ഞങ്ങൾ റെഡിയായി. ഓപ്പൺ ദ ഡോർ. മോനെ ഓടി വേണ. ഹായ് അതെന്നെ ഭയങ്കര സൈസ് തോന്നിക്കണടാ. സൈസ് ഉണ്ടോ? നല്ല വണ്ടിയുടെ താക്കോല്. ഓക്കെ, ഈ പള്ളിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് നമ്മുടെ ഉമ്മർ, ഇതാണ് നമ്മുടെ ഉമ്മർ കേട്ടോ. ഉമ്മറിനെ പരിചയപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ നമ്മൾ പള്ളിയിൽ പോകണം. അപ്പോൾ ചാക്കുട്ടനെ ആടാൻ മാത്രമേ ഉള്ളൂ. അബുവൊക്കെ ഉണ്ടോടാ? ഓക്കെ, ഒരു മഴക്കോള് ഉണ്ട്, ഒരു അന്തൻ്റെ ലുക്കായിട്ടുണ്ട് എനിക്ക്. എന്റെ ഇതിൽ കാഴ്ചയിൽ ഞാൻ കണ്ടിട്ടില്ല. എപ്പോ തെറിച്ചാണ് നമ്മൾ പാർക്ക് ചെയ്തപ്പോ ഏതെങ്കിലും വണ്ടി തെറിച്ചാണോ ഒന്നും അറിയില്ല. നമ്മുടെ വണ്ടി ആരും എറിഞ്ഞു പൊട്ടിച്ചു അങ്ങനെ പറയാം. ശത്രുക്കൾ കൂടുതലാട്ടോ. നമ്മുടെ വണ്ടി ആ ഗ്ലാസ് തല്ലി പൊടിച്ചു. ഇത് ആരിഫ് കേട്ടോ. ആരിഫേ എല്ലാവരും ഉണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം. പിന്നെ നമ്മൾ നേരെ പള്ളിയിലോട്ടാണ് പോകുന്നത്. നമ്മുടെ ഏത് പള്ളിയാണോ നമ്മൾ? തെക്കാവാന്നോ ജുമാ മസ്ജിദാണോ? ജുമാ മസ്ജിദിലോട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ ഡ്രൈവർ ബാലനാണ് വണ്ടി ഓടിക്കുന്നത്. നമ്മൾ നേരെ പള്ളിയിലേക്ക്. ഓക്കെ, അങ്ങനെ നമ്മൾ പള്ളിയിലെത്തിയിരിക്കുന്നു കേട്ടോ. ഇതാണ് പള്ളി. പള്ളിയുടെ പാർക്കിംഗ് ആണ് കേട്ടോ. നാടൻ ഇവിടുത്തെ നേരെ കിട്ടാ. ഇത് നമ്മുടെ റൂം ക്ലീൻ ചെയ്തപ്പോൾ കിട്ടിയതാ കേട്ടോ. എല്ലാം എനിക്ക് ഓർമ്മ ഉണ്ടറാ. ഇതാണ് കേട്ടോ പള്ളി. പള്ളിയിൽ പോവാണ് നിസ്കരിക്കാൻ. ഓക്കെ, പിള്ളേരെല്ലാം വരുന്നുണ്ട്. പള്ളി പോയിട്ട് വേണം കേട്ടോ. അങ്ങനെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളെ കണ്ടു കേട്ടോ. മലപ്പുറം പരപ്പനങ്ങാടിയുള്ള ഒരാളാണ്. അടുത്ത് ഒന്നും പറയില്ല, കണ്ടിട്ട് യാത്രയില്ലയോ റൂമിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. ഇല്ല, കഴിക്കുന്നില്ല, ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. നല്ല സ്നേഹമുള്ള ഒരാളാണ്. മലപ്പുറം പരപ്പനങ്ങാടിയുള്ള ആളാണ്. നമ്മൾ പള്ളിയിൽ പോകണം, പള്ളി കണ്ടാണ്. ശിശുക്ക് ജിംനി. അങ്ങനെ പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞു. ഇതാണ് കേട്ടോ നമ്മൾ വന്ന പള്ളി. കൂടുതൽ അറബികളാണ് കൂടുതൽ. നല്ല ക്ലൈമറ്റ്, നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. മഴ പെയ്ത ഉറപ്പായിട്ട് ഞാൻ നനയും കേട്ടോ, പനിയാണെങ്കിൽ. ബുറാക്ക് സാധനങ്ങളൊന്നുമില്ല, മാറ്റിച്ചതല്ലേ. ബുറാക്ക് അവിടെ ഉണ്ട്, താഴെ ഉണ്ട് മോനെ. ഓക്കെ, ഇപ്പോൾ നമ്മൾ മഴ അങ്ങനെ ചാറുന്നുണ്ട് കേട്ടോ. നല്ലൊരു മഴയ്ക്ക് ചാൻസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ നല്ലൊരു മഴ കാണാമായിരുന്നു. അറബി ലിഫ്റ്റ് വേണോ? അത് പുണ്യത്തിന് വേണ്ടി വെള്ളിയാഴ്ച അങ്ങനെ സുന്നത്താ. അതാ ഒന്നും എടുത്തിട്ട് നാളെ നമുക്ക് എന്നാ 10 മണിക്കൊക്കെ ഇറങ്ങിയാലോ പോയാലേന്ന് ഒന്നും എടുത്തിട്ട് നേരെ ഇനി റൂമിലോട്ട്. ഇങ്ങനെയൊക്കെ തന്നെ പരിപാടി. ഓരോ കാര്യത്തിന് ഇറങ്ങും, പിന്നെ റൂമിൽ പോകും. ഇത് തന്നെ ഉള്ളു കേട്ടോ. നല്ല തണുത്ത കാറ്റാണ്, നല്ല തണലുള്ള ഏരിയ ആണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നേരെ റൂമിലോട്ട്. ഉച്ചയ്ക്ക് നമ്മൾ പട്ടിണി ആവാൻ. അങ്ങനെ സമയം ഇപ്പം എത്ര ഇളക്കുമോനെ? രാത്രി 7 മണി ആവുന്നുണ്ടോ. ഞങ്ങൾ ചായ കുടിക്കാൻ പോകണം. ഇതുവരെ റൂമിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. രാത്രി ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നാളെ രാവിലെ 10 മണിക്ക് ഇടാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം. വീണ്ടും ഒരു ചായ കുടിക്കാൻ പോവാണ്. ഞാൻ കട്ട്ലേറ്റാണ് കേട്ടോ ചായയുടെ കൂടെ. മൂന്നല്ല ചായ കുടിക്കുക. നിങ്ങളുടെ പ്ലാൻ പെട്ടെന്ന് നിങ്ങൾ വേണ്ട കഴിക്കണം. ബാക്കിൽ കസാലയും കട്ടിലൊക്കെ ഇട്ടിട്ട് വീട്ടുകാരുടെ പൈസ കവളിപ്പിക്കണം.
22 ലക്ഷമായിട്ട് യുവാവ് മുങ്ങി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പിന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നാളത്തെ വീഡിയോ ഇടാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഓക്കെ.